ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഡ്രീനോയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. സോ നമുക്കറിയാം, അഡ്രീനോ എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളറാണ്. അത് ഉപയോഗിച്ച് പാട്ട് പ്ലേ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്കൊരു ആംപ്ലിഫയർ ആയിട്ട് ആ ഒരു അഡ്രീനോയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു അഡ്രീനോ യൂസ് ചെയ്തുകൊണ്ട് കൊഫിൻ ഡാൻസ് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യാണ്. ഈ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് കൊഫിൻ ഡാൻസ് എന്നറിയാം. ഒരുപക്ഷെ പേര് പറഞ്ഞറിയില്ലെങ്കിൽ ഒരുപക്ഷെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് കൊഫിൻ ഡാൻസ് എന്ന്. സോ അത് നമ്മൾ ഈ ഒരു അഡ്രീനോയിൽ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മളൊരു സ്പീക്കറിലൂടെ ഔട്ട്പുട്ട് എടുക്കുകയാണ്. സോ ഇത് വളരെ സിമ്പിൾ ഒരു പ്രോജക്റ്റ് ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ചാനൽ പരിചയപ്പെടുത്താം. ഗെയിമിംഗ് എക്സ്ട്രെൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലാണ്. സോ ഗെയിമിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ ഗെയിമിംഗ് ചാനലാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണും. പക്ഷേ എന്നാലല്ല, അവൻ അസാസിൻ ക്രീഡും ഫാർ ക്രൈ അതുപോലെ വാച്ച് ഡോഗ്സ് 2 അതുപോലെയൊക്കെയുള്ള ഗെയിമുകളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികൾ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് ഗെയിമിംഗ് എക്സ്ട്രെൻസ് എന്ന് പറയുന്നത്. എൻ്റെ അതേ പ്രായമാണ് അവനിപ്പോൾ +2 കഴിഞ്ഞതേ ഉള്ളൂ. സോ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ നിങ്ങൾ ആ ഒരു ചാനൽ കയറി ചെക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു അഡ്രീനോ വേണം. ഞാനിവിടെ കണക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടി അഡ്രീനോ യൂണോ ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്കൊരു ചെറിയ സ്പീക്കർ വേണം. ഞാനിവിടെ ഒരു 3 വാട്ടിൻ്റെ 4 ഓമിൻ്റെ സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് കണക്ഷന് വേണ്ടി നമുക്ക് 2 ചെറിയ പീസ് വയറുകൾ വേണം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ആ 2 വയറുകളും നമ്മുടെ സ്പീക്കറിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത ശേഷം നമ്മുടെ സ്പീക്കറിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത വയർ നമ്മുടെ അഡ്രീനോയുടെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട്, അതായത് GND എന്ന് എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നീട് നമ്മുടെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് നമ്മുടെ അഡ്രീനോയിലെ ഡിജിറ്റൽ പിൻ 8, അതായത് D8 എന്ന് എഴുതിയിരിക്കുന്ന പിന്നിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ USB കേബിൾ നമ്മുടെ അഡ്രീനോയിലേക്കും പിന്നീട് നമ്മുടെ PC-യിലേക്കും നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അഡ്രീനോ പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യാനുള്ള സോഴ്സ് കോഡ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം ആ ഒരു കോഡ് നമ്മുടെ അഡ്രീനോയിലേക്ക് പ്രോഗ്രാം ചെയ്യണം. നിങ്ങൾക്ക് അഡ്രീനോ പ്രോഗ്രാം ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ അഡ്രീനോ പ്രോഗ്രാം ചെയ്യാമെന്ന്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അഡ്രീനോ പ്രോഗ്രാം ചെയ്യാം. സോ നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. സോ പ്ലഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു അഡ്രീനോയിൽ നിന്ന് നമ്മുടെ സ്പീക്കർ വഴി നമുക്ക് കൊഫിൻ ഡാൻസിൻ്റെ മ്യൂസിക് നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രോജക്റ്റാണ്, നിങ്ങൾക്ക് ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സോ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെക് ഇന്നോവേറ്റ് 2K20 എന്ന് പറഞ്ഞു. സോ അതിൽ നമ്മൾ കുറച്ച് ടെക് അപ്ഡേറ്റ്സും പിന്നീട് കുറച്ച് ടെക് ടിപ്സും ഒക്കെയാണ് നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് കയറി ഫോളോ ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.